ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഐൻ ദുബായിലാണ് കേട്ടോ. ഐൻ ദുബായ് ലൊക്കേറ്റ് ചെയ്യുന്നത് ബ്ലൂ വാട്ടേഴ്സ് ഐലാൻഡിലാണ്, ദുബായിൽ JBRൽ. ഐൻ ദുബായെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 250 മീറ്റേഴ്സ് 250 മീറ്റർ ഹൈറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിനകത്ത് 48 ഹൈടെക് ക്യാബിൻസ് ഉണ്ട്. 48 ഹൈടെക് ആയിട്ടുള്ള ക്യാബിൻസ് ഇതിനകത്തുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇതാണ് സ്പെഷ്യാലിറ്റി. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1750 ആണ്. 1750 ആൾക്കാർക്ക് ഇതിനകത്ത് സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഇതിനകത്തുള്ള കേബിൾസ് എന്ന് പറയുമ്പോൾ 192 കേബിൾസ് ഇതിനകത്തുണ്ട്. അഥവാ 192 കേബിൾസ് വെച്ചിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. 2400 കിലോമീറ്റേഴ്സ് ലെങ്ത്തിൽ, 2400 കിലോമീറ്റർ ലെങ്ത്തുള്ള 192 കേബിൾസ് വെച്ചിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. മാത്രമല്ല അത് വേൾഡിൽ തന്നെ ലാർജസ്റ്റ് ആൻഡ് ടോളസ്റ്റ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ വീലാണ്. നമുക്ക് ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ 360 വ്യൂസിലുള്ള ദുബായിലുള്ള ഫുൾ വ്യൂസ് നമുക്ക് കിട്ടും. ആൻഡ് വിസ്മയിക്കുന്ന കാഴ്ചകളാണ് ഇതിനകത്ത്. നമുക്ക് ഓരോ ഡിഫറെൻറ്റ് ടൈമിൽ നമുക്ക് വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും വെനെവർ വി ആർ വിസിറ്റിംഗ്. ഓക്കെ, എപ്പോൾ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് വ്യൂസ് നമുക്ക് കിട്ടും. മാത്രമല്ല ഇതിൻ്റെ ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ബുർജ് ഖലീഫയുടെ ഒരു വ്യൂസ് കിട്ടും. പിന്നെ നമുക്ക് പാം ജുമേർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വ്യൂസ് കിട്ടും. ബുർജുൽ അറബ് നമുക്ക് വ്യൂ ചെയ്യാം. ഈ ഐൻ ദുബായെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐൻ മീൻസ് ഇൻ അറബിക് വേർഡാണ്. അറബിയിൽ നമുക്കറിയില്ല, ഐൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാണ്. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഐൻ ദുബായ് എന്ന് പേരിട്ടത്, ദുബായിയുടെ കണ്ണ്, ഐൻ ദുബായ്. ഓക്കെ, ഇത് ലണ്ടൻ ഐനേക്കാൾ ഡബിൾ സൈസിലാണ് ഐൻ ദുബായ് ഉള്ളത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും വലിയ ജെയിൻ വീൽ കൂടിയാണിത്. ഇതിൽ നിന്ന് ദുബായിയുടെ 360 അഥവാ ഫുൾ വ്യൂസ് നമുക്ക് ഇതിനകത്ത് കിട്ടും. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ പാം ജുമേറൻ്റെ ടോപ്പ് വ്യൂസ് കാണാൻ പറ്റും. പിന്നെ മാത്രമല്ല നമുക്ക് JBR ജുമേറ ബീച്ച് റെസിഡൻസിലുള്ള ഫുൾ വ്യൂസ് നമുക്ക് കിട്ടും. ഇപ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സും പോയത് ഒരു ഈവനിങ്ങിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നൈറ്റ് വ്യൂസാണ് കൂടുതൽ ഇതിനകത്ത് കാണുന്നത്. ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 145 ദിറംസ് ആണ് ഇതിന് ടിക്കറ്റ് ചാർജ് വരുന്നത്. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് ഇവിടെ ഞങ്ങളൊരു ബ്ലൂ വാട്ടേഴ്സിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബ്രിഡ്ജ് കാണാൻ പറ്റും. ഈ ബ്രിഡ്ജിൽ കൂടെ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട്. സോ ഇവിടെ നിന്നിട്ട് നോക്കുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂസാണ് കിട്ടുന്നത്. ഇതിവിടെ ബോട്ട് ലൈക്ക് ഇങ്ങനെ ഈ ഐലാൻഡ് കൂടെ ഇങ്ങനെ കുറേ ബോട്ട്സൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാം നമുക്ക്. അതിനകത്ത് DJ വെച്ചിട്ട് ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും കുറേ സമയം ഞങ്ങളിവിടെ നിന്നിട്ട് ഈ വ്യൂസ് ഇങ്ങനെ കണ്ടു. പിന്നെ ഈ ബ്രിഡ്ജ് കൂടെ കുറേ കണ്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്. പിന്നെ ഈ ബ്രിഡ്ജിനകത്ത് തന്നെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട്, ഒരു ഗ്ലാസ് ബ്രിഡ്ജ് പോലെ. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ നമുക്ക് കാണുന്നത് ബ്ലൂ വാട്ടേഴ്സ് കൂടെ ഈ ബോട്ട്സ് എല്ലാം പോകുന്നതാണ്. ഞങ്ങൾ ഈ രണ്ട് സൈഡിലുമായിട്ട് നിന്നു. ഇപ്പുറത്തെ സൈഡിൽ കൂടെ വന്നിട്ട് അതിൻ്റെ താഴെ കൂടെ ഈ ബോട്ട്സൊക്കെ പോകും. അപ്പോൾ അതിൽ കുറേ ആൾക്കാരുണ്ട്, പാർട്ടി, ഡിന്നർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് കുറേ മ്യൂസിക് കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ എൻജോയ് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ മാത്രമല്ല ലൊക്കേഷനും അടിപൊളിയാണ്. ബീച്ചിൻ്റെ ചേർന്ന് നമുക്ക് ഒരുപാട് കഫേസ്, അതുപോലെ തന്നെ ഗെയിം സോൺസ് ആയിട്ട് ഈവനിങ് നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. അപ്പോൾ ഇത് ഞങ്ങളിവിടെ നിന്നുകൊണ്ട് ഒരുപാട് സമയം ഞാനും എൻ്റെ ഫ്രണ്ട്സും ഇങ്ങനെ നിന്ന് ഞങ്ങൾ ഈ ബോട്ട് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു നോക്കിന്ന്. ഞാനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്യും. പിന്നെ ഈ ബോട്ട് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് തിരിച്ച് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യും. ഇതൊക്കെയാണ് ഇവിടുത്തെ. പിന്നെ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ചോയ്സ് ബേസ്ഡായിട്ട് ഇതൊക്കെ അവർ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് തരുന്ന പറയുന്നത്. കസ്റ്റം മെയ്ഡ് ക്രിയേറ്റീവായിട്ട് നമ്മുടെ ബർത്ത്ഡേ പാർട്ടീസ്, ആനിവേഴ്സറീസ്, അതുപോലെ തന്നെ ലൈക്ക് സെലിബ്രേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞാൽ കസ്റ്റമായിട്ട് ചെയ്തു തരും. വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻറ്റ് പാർട്ടീസൊക്കെ അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രൈസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് വൺ ഓഫ് ദ പെർഫെക്റ്റ് ലൊക്കേഷൻ തന്നെ പറയാം. കൗണ്ട്ലെസ് വേസ് ആൻഡ് കണക്ട് ടു സെലിബ്രേറ്റ് എന്നാണ് തന്നെ ഇവർ തന്നെ ആ ഒരു തീമിൽ തന്നെ പറയുന്നത്. പിന്നെ കണ്ടോ കുറേ ബോട്ട്സൊക്കെ ഈവനിങ് ആയതാണ് ഒന്നും കൂടെ പൊളിയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് ബോട്ട്സ് അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട്.
ഇതിനകത്ത് നല്ല മ്യൂസിക് ഇടുങ്ങാണ്ട് അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഫ്രണ്ട്സായിട്ട് ഫാമിലി ആയിട്ടൊക്കെ പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂ വാട്ടേഴ്സിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ JBRൻ്റെ ഒരു വ്യൂസ് കിട്ടും. അവിടെയുള്ള കംപ്ലീറ്റ് ബിൽഡിങ്സ് നമുക്കിങ്ങനെ കാണാം. ഈ രാത്രിയിൽ ലൈറ്റ് ഇട്ടുകൊണ്ട് ബിൽഡിങ്സ് അതുപോലെയൊക്കെ കാണാം. ഇതെല്ലാം കാണാം, ടോപ്പാണ്. ഇപ്പം നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ എന്താ പറയുക, അടുത്തോട്ടാട്ടോ. ഇതാണ് അടുത്ത ബോട്ട് വരുന്നുണ്ട്. വാ, അടിപൊളിയായിട്ടുണ്ട്. അതിനകത്ത് ഡാൻസ്, അംബർല ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. കണ്ട, ഇത് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഒരു ബ്രിഡ്ജിമേണ്. ഇത് ബ്രിഡ്ജിൻ്റെ താഴെ കൂടിയാണ് ഇത് പോകുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. ഞാൻ ഈ സൈഡിലോട്ട് പോവാണ്. ഇതാണ് ആ ബ്രിഡ്ജ്. ഇതിൽ കൂടെ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പക്ഷേ ഇനി ഈ ബ്രിഡ്ജിൻ്റെ താഴെ കൂടെ ആ ബോട്ട് വരും. യെസ്, ഇതേ ബോട്ട് വന്ന് ഗെയ്സ്. അംബർല ഡാൻസ് കണ്ടോളൂ. ബോട്ട് പോകുമ്പോൾ ഫുള്ള് ലൈറ്റായിട്ട് വെള്ളമൊക്കെ ശരിക്ക് തെളിഞ്ഞ് കാണാം. പിന്നെ ഈ ജെയിൻ വീലിന്മേൽ തന്നെ നമുക്ക് രാത്രി ആകുമ്പോൾ അതിൻ്റെ ലൈറ്റിംഗ് വർക്ക് തുടങ്ങും. നമ്മൾ ഡേ ടൈമിൽ പോവുകയാണെങ്കിൽ നമുക്ക് LED ലൈറ്റ് ഒന്നും കാണാൻ പറ്റില്ല. ജെയിൻ മാത്രം കാണാം. പക്ഷേ ലൈറ്റ് രാത്രിയിലാണ് ഓണാക്കുന്നത്. സോ അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻറ്റ് വ്യൂസ്, ഡിഫറെൻറ്റ് ഡിസൈനിലായിട്ടുള്ള ലൈറ്റൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അത് തന്നെ കുറേ നേരം നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. കാരണം ഒരുപാട് ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അത് തന്നെ നമ്മൾ ടൈം പോകുന്ന അറിയില്ല. നല്ല രസമാണ് അത് കണ്ടിരിക്കാൻ. പല വെറൈറ്റി ഡിസൈനിൽ കളേഴ്സ് കണ്ടോ. ഇതാണ് ആ വീല്. പക്ഷെ ഇതിൻ്റെ താഴോട്ടാണ് നമ്മൾ പോകാനെന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത് പല ആൾക്കാരും ഇത് ലോകമെന്ന് ഈ ബീച്ചിൻ്റെ ഈ JBRൻ്റെ ഈ സൈഡിൽ നിന്ന് മാത്രമേ കണ്ടിരിക്കുന്നത്. അടുത്ത് വന്നിട്ട് കാണണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ കുറേ ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് കണ്ടു. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സുമായിട്ട് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് അവർ കുറേയൊക്കെ സംസാരിച്ച് വർത്താനെല്ലാം പറഞ്ഞ് കുത്തിരുന്ന്. പക്ഷേ ഞാൻ ആ സമയത്ത് കുറേ ഈ ബോട്ടൊക്കെ വരുന്നത് കണ്ടപ്പോൾ ഞാൻ എക്സൈറ്റ്മെൻറ്റിൽ ചുമ്മാ വെറുതെ കുറേ വീഡിയോസ് എടുത്തു. അപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കണ്ടതിനകത്ത് ഡാൻസ് കളിക്കുന്നുണ്ട്. അവിടെ കുറേ പാർട്ടി അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാം നമുക്ക് ഇതിനകത്ത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ് ബോട്ട് അങ്ങോട്ട് പോകുന്നു, ഒരു ബോട്ട് ഇങ്ങോട്ട് വരുന്നു, തിരിച്ചത് റിട്ടേൺ അങ്ങോട്ട് വേറെ ബോട്ട് പോകുന്നു. ഇങ്ങനെയായിട്ട് ഒരുപാട് വ്യൂസ്, ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി വ്യൂസ് ഇവിടുന്ന് കാണാൻ പറ്റും. ആൻഡ് ദുബായിൽ വരുന്ന ആൾക്കാരാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഒരു ഈവനിങ്ങിലും ഒരു നൈറ്റ് വ്യൂസും കിട്ടുന്ന ആ ഒരു ടൈമിൽ വരികയാണെങ്കിൽ കുറച്ചും കൂടെ സൂപ്പറായിരിക്കും എനിക്ക് തോന്നുന്നത്. അതാകുമ്പോൾ നമുക്ക് ആ ഒരു ഡേ ടൈമിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ഇത് കാണാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ ആ ഒരു നൈറ്റിൻ്റെ ഒരു വ്യൂസ് കാണാൻ പറ്റും. ആൾമോസ്റ്റ് 39-45 മിനിറ്റ്സ് എടുക്കും ഇത് ജസ്റ്റ് വൺസ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അതാണ് എനിക്ക് റിസർച്ച് ചെയ്തപ്പോഴും മനസ്സിലായത്. റിവ്യൂസിനകത്ത് ഞാൻ കണ്ട് വേറെ ബോട്ട് വരുന്നു. ഇങ്ങോട്ട് പറയുന്ന പേര് ബ്ലൂ വാട്ടേഴ്സ് ഐലാൻഡ് എന്നാണ് കേട്ടോ. ഇത് JBR ബീച്ചിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. എല്ലാവർക്കും അറിയുന്നൊരു ഡെസ്റ്റിനേഷനാണല്ലോ ദുബായിൽ വരികയാണെങ്കിൽ മെട്രോക്ക് വന്നിട്ട് ശോഭ റിയാലിറ്റി മെട്രോ സ്റ്റേഷനിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത ശേഷം ട്രാം ഉണ്ട്. അവിടുന്ന് ട്രാം എടുക്കുക. ട്രാമിൽ ചെന്നിട്ട് JBR റെസിഡൻസ് 2 നിങ്ങൾ ഇറങ്ങണം. എന്നിട്ട് അവിടെ നടന്ന് ബീച്ചിലോട്ട് പോവുക. ബീച്ചിൽ നടന്ന് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിലെത്തി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലോട്ട് മെട്രോ ഇറങ്ങിയിട്ട് ട്രാം ഇറങ്ങി വരുന്ന ആൾക്കാരാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഫുട് പാത്ത് ഉണ്ട്. അതിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലൂ വാട്ടേഴ്സിൻ്റെ ഐലാൻഡ് കാണാൻ പറ്റും. അവിടെ ഒരു ബ്ലൂ ലൈറ്റ് കളർ ഉണ്ടാവും. ഇത് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐലാൻഡ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ബീച്ചിൻ്റെ അടുത്തായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് ബ്ലൂ വാട്ടേഴ്സ് ഐലാൻഡ്. ഇത് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന ടോളസ്റ്റ് വലിയ ദുബായിലെ ടോപ്പ് ബിൽഡിങ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. രാത്രിയിലൊക്കെ ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട്. ഇത് JBRൻ്റെ ഫ്രണ്ടിലുള്ള ആ റെസിഡൻസ് ബിൽഡിംഗ് ആണ് ഈ വൈറ്റ് കളേഴ്സിലുള്ളത്. രാത്രി ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുന്നില്ല. എൻ്റെ ഫോണിൻ്റെ ഒരു ക്യാമറ ക്വാളിറ്റിയുടെ ഒരു ഇതുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് കുറേ ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇത് സൈക്കിൾ ചവിട്ടാനുള്ള ഒരു ഓപ്ഷനാണ്. അവിടെ കണ്ടോ ലൈനൊക്കെ മാർക്ക് ചെയ്തിട്ട് അതുകൂടെ നമുക്ക് സൈക്കിൾ കാര്യങ്ങളൊക്കെ ഓടിക്കാം. ഇവിടെ നിന്നിട്ട് കുറേ ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ട്, വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ അടുത്തോട്ട് നടന്നുകൊണ്ട് പോയിരിക്കുന്നതാണ് ഗൈസ്. പക്ഷേ ബ്ലൂ വാട്ടേഴ്സ് കണ്ടോ, അവിടെ ബ്ലൂ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഈ റിവർ പോലെ ഒരു ഐലാൻഡായിട്ടാണ് ഡിസൈൻ ആക്കിയിട്ടുള്ളത്. അതിനകത്ത് ബ്ലൂ ലൈറ്റ്സ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും ഇത് ബ്ലൂ വാട്ടേഴ്സ് ഐലാൻഡ് എന്നറിയപ്പെടുന്നത്. ഐ തിങ്ക് സോ. നെക്സ്റ്റ് അടുത്ത ബോട്ട് വരുന്നുണ്ട്. സോ ഇതിനകത്തൊക്കെ ഇങ്ങനെ ഓരോ പാർട്ടി അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിട്ടാണുള്ളത്. LED ലൈറ്റ്സ് എല്ലാം സെറ്റാക്കി
അടിപൊളിയാണ്, നല്ല അടിപൊളി ഒരു നൈസ് കാഴ്ചയാണ്. പിന്നെ ദുബായിൽ നമുക്ക് എക്സ്ട്രാ ഓർഡിനറി പാർട്ടീസൊക്കെ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. അതുപോലെ എൻ്റർടൈൻമെൻറ്റ്, മ്യൂസിക്കൽ ഇവൻറ്റ്സ്, ആനിവേഴ്സറി, ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ബർത്ത്ഡേ പാർട്ടി, സെലിബ്രേഷൻ, എല്ലാ മീറ്റിങ്സ് എല്ലാം ഉണ്ട്. എല്ലാം നമ്മൾ കസ്റ്റമേഡ് അവർ ചെയ്തു തരും. പക്ഷേ അതിനൊക്കെ എക്സ്ട്രാ ചാർജസ്, അതിൻ്റേതായിട്ടുള്ള ചാർജസ് കാര്യങ്ങളുണ്ടാവും. ഇത് നോർമൽ ടിക്കറ്റ് റേറ്റ് വരുന്നത് 145 ആണ്. ഇത് ബിസി എന്താ പറയുക, ഒരു റഷ് ഇല്ലാത്ത ടൈമിൽ, നോർമൽ ടൈമിലാണ് ഈ 145 വരുന്നത്. ഇതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലൊക്കെ നിങ്ങൾ സന്ദർശിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റും. പിന്നെ ദുബായിൽ ഇതുവരെ കയറിയിട്ടില്ലാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കയറുക. കാരണം ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇത് നേരത്തെ ഇതിനകത്ത് ഇത് വർക്കിംഗ് ആയിരുന്നു, പിന്നെ കുറച്ച് കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ ഇത് വീണ്ടും റീസ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് ദുബായ്. ഇതിൻ്റെ ടോപ്പിലാവുന്ന സമയത്ത്, റൊട്ടേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് നല്ല വ്യൂസ് ആയിരിക്കും. ടോപ്പിൽ നിന്ന് നല്ല കിടിലം വ്യൂ ആണ്. ഈ ദുബായ് കംപ്ലീറ്റ് കാണാൻ പറ്റും നമുക്ക്. ഇതാണ് ആ ജെയിൻ വീൽ, കണ്ടോ? ഇത് 250 മീറ്റേഴ്സാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും ഡൗൺ, അതിൻ്റെ ഏറ്റവും താഴെ നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴുള്ളൂ ഇതിൻ്റെ ആ ഒരു സൈസ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ വന്നിട്ട് ബ്ലൂ വാട്ടർ ഐലാൻഡിൽ വന്നിട്ട് എസ്കലേറ്റർ ഇറങ്ങി നമ്മൾ ബ്ലൂ വാട്ടേഴ്സിലോട്ട് എത്തി. ഇവിടെ ഇങ്ങനെ അംബർല പോലെ ഒരുപാട് ഡിസൈൻ ചെയ്തിട്ട് കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഇവിടെ കുറേ LED ലൈറ്റ്സൊക്കെ വെച്ചിട്ട് ലേസർ പോലെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് ചിൽഡ്രൻസൊക്കെ ഈ ലൈറ്റിനകത്തൊക്കെ നിന്നിട്ട് ഇങ്ങനെ കളിക്കുന്ന കാണാം, വീഡിയോസ് എടുക്കുന്ന കാണാം, ഫോട്ടോസ് എടുക്കുന്ന കാണാം. ഇതാണ് നമ്മൾ ആ ലോങ്ങിൽ നിന്ന് കാണുന്ന ആ ബ്ലൂ വാട്ടേഴ്സിലുള്ള ഒരു അംബ്രല്ല പോലെയുള്ള ഡിസൈനിലുള്ള ആ സാധനം. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് എടുത്ത്, കാണാത്ത ആൾക്കാരും വരാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ ഇവിടെ, അപ്പോൾ അവരൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പല ആൾക്കാരും ഇത് ലോങ് സൈറ്റിൽ നിന്നാണ് കാണുന്നത്, അടുത്ത് വന്ന് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടെ കണ്ടോ, ചിൽഡ്രൻസിനുള്ള ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുട്ടികൾക്കുള്ള ട്രെയിന്. ഇതിനൊക്കെ ചാർജസ് ഉണ്ടാവും കേട്ടോ, അതിൻ്റേതായിട്ടുള്ള ചാർജസ് കാണും. പിന്നെ ഇതിൽ കൂടെ ചുമ്മാ നമ്മൾ ഈവനിങ് വാക്കൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നടന്നു പോകാനാണെങ്കിലും നല്ല വൈബാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടത്തം തുടങ്ങി ഗൈസ്. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പല ഡിഫറെൻറ്റ് വെറൈറ്റി LED ലൈറ്റ്സ് കൂടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ നടക്കുമ്പോൾ തന്നെ നമുക്കൊരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആയിരിക്കും, ഒരു ചെറിയൊരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ടാവും. ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എൻജോയ് ചെയ്യാം. ടോപ്പാണ്, അടിപൊളിയാണ്. ഇത് കണ്ടോ, ഇവിടെ പല ലൈറ്റ് എല്ലാം വെച്ചിട്ട് ഡിസൈൻ ആക്കിയിരിക്കുന്നത്. എസ്പെഷ്യലി ബ്ലൂ ലൈറ്റ്സ് ആണ്, അതുകൊണ്ടാണ് ബ്ലൂ വാട്ടർ ഐലാൻഡ് എന്ന് പറയുന്നത് തോന്നും. ഫുൾ ബ്ലൂവിൻ്റെ ഒരു കളറാണ്, ബ്ലൂവിൻ്റെ ഒരു കളികളാണ്. വാവ്, നൈസ്. ഞാൻ പോയത് ഒരു ക്രിസ്മസിൻ്റെയൊക്കെ സീസൺ ടൈമിലായിരുന്നു കേട്ടോ, ഡിസംബർ ആ ടൈമിലായിരുന്നു. ഇവിടെ ഈ LED ലൈറ്റ് വെച്ച് ഇവർ അറേഞ്ച്മെൻറ്റ് ചെയ്ത് തന്നെ അടിപൊളിയാണ്. ഈ ഒരു ഫീല് നമുക്ക് ഒരു ഡേ ടൈം പോയ ഒരു പക്ഷേ കിട്ടണമെന്നില്ല. ഇതൊരു ഈവനിങ് ഇതാണ് കാണുന്നത്, ഈവനിങ് കാഴ്ചകൾ. പിന്നെ ഞങ്ങളിവിടെ മാക്ഡൊണാൾഡ്സിൻ്റെ ഐസ്ക്രീം ഉണ്ട്. മാക്ഡൊണാൾഡ്സ് നമ്മൾ എവിടെ കണ്ടാലും നമ്മൾ ഐസ്ക്രീം മേടിക്കുമല്ലോ. ഗെയ്സ്, ഫൈനലി നമ്മൾ ദുബായിയുടെ താഴെ എത്തിയേക്കുവാണ്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ദൃശ്യങ്ങൾ. ഞാനിതിൻ്റെ തൊട്ട് താഴെയാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ദുബായി നിൽക്കുന്നത് എൻ്റെ തലക്ക് മുകളിലായിട്ടാണ് നിൽക്കുന്നത് ഗെയ്സ്. ഇതിൻ്റെ ഓരോ ക്യാബിൻസ് കണ്ട് ഗെയ്സ്, ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഇതിൻ്റെ അടുത്തൊന്ന് വന്നിട്ട് ഒന്ന് കാണണമെന്ന്. പലപ്പോഴും നാം ബീച്ചിൽ വരുന്ന സമയത്ത് ഞാനിത് ലോങ് സൈറ്റിൽ നിന്നുള്ള വ്യൂസ്, ഇതിൻ്റെ ആ ഒരു LED ലൈറ്റിങ്ങും അതിൻ്റെ ആ ഒരു ഇതൊക്കെയാണ് കാണാറുള്ളത്. പക്ഷേ ഇന്ന് ഞാനിവിടെ എത്തിയേക്കാണ് ഗെയ്സ്. ഇതാണ് ഇതിൻ്റെ ഓരോ ക്യാബിൻസ്, വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് അതിൻ്റെ ഫൗണ്ടെയിൻ ചെയ്തിരിക്കുന്ന അതിൻ്റെ ആ ഒരു ദൃശ്യങ്ങളാണ് കാണുന്നത്. സോ ഇറ്റ്സ് റിയലി അമേസിങ്.
ഇതിൻ്റെ ക്യാബിൻസ് എല്ലാം മൂവ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ സ്ലോ മോഷനിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഒബ്സർവേഷൻ വീൽ എന്ന് പറയുന്നത്. അത്രക്കും നമുക്ക് ഒരുപാട് ക്ലോസ് ആയിട്ട് തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ദുബായിയുടെ പല കാഴ്ചകളാണ് ഇതിൻ്റെ ടോപ്പ് നമുക്ക് കാണാൻ പറ്റുക. ബുർജ് ഖലീഫ, ബുർജ് അറബ്, അതുപോലെ തന്നെ പാം ജുമൈറയുടെ അറ്റ്ലാന്റിക്സ് വ്യൂസ്, JBRൻ്റെ ഫുൾ വ്യൂസ്, ബിൽഡിങ്സ്, ടു മെനി തിങ്സ് ഇതിനകത്ത് നിന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ടതുള്ള കാര്യം ഷുവറാണ് 100%. 145 ദിർഹംസ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ നമുക്ക് വർത്തി ആയിരിക്കും. ഞാൻ ഇപ്പോൾ ഇതിനകത്ത് കയറിയിട്ടില്ല, ഞാൻ അതിൻ്റെ തൊട്ട് താഴെ നിന്നിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പകർത്തിയിട്ടുള്ളത് വീഡിയോസിനകത്ത്. സോ ഇത് പോകുന്നതിന് വളരെ സ്ലോ സ്റ്റാർട്ടിലാണ്. സോ നമ്മളിത് എന്താ വെച്ചാൽ ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ഇത്. സോ ഇത് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടോ, കേബിൾസിനകത്തൊക്കെ അതിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. പല ഡിസൈനിലായിട്ട് അതിൻ്റെ ആ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് വർക്കെല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ, LED ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ LED ലൈറ്റ്സ് തന്നെ പല പല സിമ്പിൾസായിട്ട് അവർ ഇത് ചെയ്യാറുണ്ട്, ലൈറ്റിങ് പ്രൊജക്റ്റ് ചെയ്യാറുണ്ട്. നമുക്ക് വ്യൂന്ന് ആ ബീച്ച് സൈഡിൽ നിന്നുള്ള ആ ഒരു വ്യൂസ് കണ്ടോ, അത് ഇറ്റ്സ് റിയലി ഗുഡ്. ലൈക്ക് ലവിൻ്റെ സിമ്പിളാണെന്നുണ്ടെങ്കിലും ദുബായ് ഇങ്ങനെ ടെക്സ്റ്റ് ഇങ്ങനെ ലൈറ്റ് കൊണ്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ള പല പല കളേഴ്സിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഞാൻ ഇതിനകത്ത് ഏറ്റവും തൊട്ട് താഴെ നിൽക്കുന്ന പറഞ്ഞാൽ വളരെ താഴെയാണ്. ഏറ്റവും ഇതിൻ്റെ ആ ഫൗണ്ടൈൻ ചെയ്തേക്കുന്ന അടുത്തായിട്ടാണ് നിൽക്കുന്നത്. സോ ഇതിൻ്റെ ഓരോ ക്യാബിൻസും തന്നെ നല്ല വലിപ്പമുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ വ്യൂ. നമുക്ക് ഇവിടുന്ന് ഫുൾ ഇതിൻ്റെ സർക്കിൾ കിട്ടില്ല. എൻ്റെ ഫോണിനകത്ത് കൊള്ളില്ല, കാരണം അത്രമാത്രക്ക് ലാർജസ്റ്റാണിത്. സോ വേൾഡിലെ ലാർജസ്റ്റ് ആൻഡ് ടോളസ്റ്റ് എന്ന് പറയുന്നത് വെറുതെ അല്ല, അത്രമാത്രക്കും ഇത് വലിപ്പമുണ്ട് ഗൈസ്. അപ്പോൾ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോസുമായിട്ട് കാണുന്നവരെ ഓക്കെ ഗൈസ്, സി യു, സ്റ്റേ ട്യൂൺ, ബൈ.